നെടുങ്കണ്ടത്ത് കൂട്ട ബലാത്സംഗം 4 പേർ പിടിയിൽ. അസം സ്വദേശിനിയായ വീട്ടമ്മയെയാണ് 4 പേർ ചേർന്ന് ബലാത്സംഗം ചെയ്തത്. പ്രതികളും അസം സ്വദേശികളാണ്. പ്രതികളെ ചോദ്യം ചെയ്തു വരികയാണ്. സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി അനീഷ് പി ഇപ്പോൾ ചേരുന്നുണ്ട്. അനീഷ്, വീണ്ടും ലഹരി വിളയാട്ടം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവം, കൂട്ട ബലാത്സംഗമാണ് നടന്നിരിക്കുന്നത്. പ്രതികളുടെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ അനീഷ്? തീർച്ചയായിട്ടും ശിവൻ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ലഹരി വിളയാട്ടം എന്ന് തന്നെ വേണം പറയുവാൻ. ഭീകരമായിട്ടുള്ള ഒരു ലഹരി വിളയാട്ടം എന്ന് തന്നെ വേണം പറയുവാൻ. ഈ സമീപകാലത്തൊന്നും ഹൈറേഞ്ചിലെ ജനങ്ങൾ കേട്ടിട്ടില്ലാത്ത രീതിയിൽ പൂപ്പാറയിലെ കൂട്ട ബലാത്സംഗത്തിന് ശേഷം ഹൈറേഞ്ച് നിവാസികൾ കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ബലാത്സംഗ കേസാണ് ഇപ്പോൾ നെടുങ്കണ്ടം പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ 4 പേരാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. ഇതിനെ ഒരു കൂട്ടബലാത്സംഗം എന്ന രീതിയിൽ നമ്മൾ സമർത്ഥിക്കുന്നത് 4 പേർ ചേർന്ന്, അതായത് ഏറ്റവും ആദ്യം ഒരാൾ ബാത്റൂമിലിട്ട് ഒരു സ്ത്രീയെ, അതായത് ഇവരുടെ തന്നെ സുഹൃത്തായിട്ടുള്ള ഒരു സുഹൃത്തിന്റെ ഭാര്യയെ ബാത്റൂമിൽ വെച്ചിട്ട് ക്രൂരമായിട്ട് ലൈംഗിക പീഡനത്തിന് ഇരയാക്കുന്നു. അതിനുശേഷം സുഹൃത്തുക്കളായിട്ടുള്ള 3 പേർ ഇവരെ റൂമിലിട്ടും പീഡനത്തിന് ഇരയാക്കി എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിനാൽ തന്നെയാണ് നമ്മൾ ഇതിനെ ഒരു കൂട്ടബലാത്സംഗം എന്ന രീതിയിൽ നമ്മൾ പറയുന്നത്. പോലീസ് അത് ഏത് രീതിയിൽ കൂട്ടബലാത്സംഗമാണോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള കേസാണ് പോലീസ് രജിസ്റ്റർ ചെയ്യുന്നത് എന്ന് നമുക്ക് നാളെ മാത്രമേ സ്ഥിരീകരിക്കുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. കാരണം ഇപ്പോഴും കേസിൽ എഫ്ഐആർ ഇട്ടിട്ടില്ല. പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇതിലിപ്പോൾ മൊഴിയെടുക്കുന്നത് അടക്കമുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. കട്ടപ്പന ഡിവൈഎസ്പി നിഷാദ് മോന്, അതുപോലെ തന്നെ നെടുങ്കണ്ടം CI ജെർലിൻ വിസ്കറിയ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു മൊഴിയെടുപ്പ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും 4 പേരാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. ഈ പിടിയിലായിട്ടുള്ളവരെല്ലാം തന്നെ ആസാം സ്വദേശികളാണ്. ആസാം സ്വദേശിനിയായിട്ടുള്ള വീട്ടമ്മയെയാണ് ഈ 4 പേർ ചേർന്ന് ബലാത്സംഗം ചെയ്തത് എന്നാണ് നമുക്ക് ഇപ്പോൾ പോലീസിൽ നിന്നും ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ. ഈ പ്രതികൾ എല്ലാവരും തന്നെ ആസാം സ്വദേശികളാണ്, അതായത് അതിഥി തൊഴിലാളികളാണ് അല്ലെങ്കിൽ അന്യസംസ്ഥാന തൊഴിലാളികളാണ് എന്നുള്ളതാണ് ഇത് ഈ കേസിനെ വ്യത്യസ്തമായി നിർത്തുന്നത്. പ്രതികളെ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. ഇതിൽ ഈ പ്രതികളുടെ പേര് വിവരങ്ങൾ ഇപ്പോൾ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. അവർ ഇങ്ങനെയാണ്: 26 വയസ്സുള്ള അജിമുദ്ദീൻ, 38 വയസ്സുള്ള മുക്കിബുർ റഹ്മാൻ, 29 വയസ്സുള്ള ഖൈറുർ ഇസ്ലാം, 23 വയസ്സുള്ള സദ്ദാം ഹുസൈൻ. ഇങ്ങനെ 4 പ്രതികളാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. ഇതിൽ ഈ സദ്ദാം ഹുസൈൻ ആണ് ഏറ്റവും ക്രൂരമായിട്ടുള്ള ലൈംഗിക പീഡനം നടത്തിയിട്ടുള്ളത്. ഇല്ല എങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ബലാത്സംഗത്തിന് ഈ സ്ത്രീയെ ഇരയാക്കിയിട്ടുള്ളതെന്നാണ് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം. അതിൽ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. കാരണം ഈ സദ്ദാം ഹുസൈന്റെ സുഹൃത്താണ് ഈ ആക്രമിക്കപ്പെട്ട സ്ത്രീയുടെ ഭർത്താവ്. ഈ സദ്ദാം ഹുസൈൻ വിളിച്ചിട്ടാണ് ഈ ആക്രമിക്കപ്പെട്ട സ്ത്രീയും അതുപോലെ തന്നെ ഈ ഭർത്താവും, അതായത് സദ്ദാം ഹുസൈന്റെ സുഹൃത്തും നെടുങ്കണ്ടത്തേക്ക് എത്തുന്നത്. അവരെത്തിയത് ഇന്നലെ ഏതാണ്ട് 8:30 കൂടിയിട്ടാണ്. 8:30 കൂടിയിട്ട് ഇന്നലെ വൈകിട്ട് 8:30 കൂടിയിട്ട് ഇവര് നെടുങ്കണ്ടത്ത് എത്തുന്നു. നെടുങ്കണ്ടത്ത് എത്തിയതിനെ തുടർന്ന് ഈ കൂട്ടുകാരന്റെ താല്പര്യപ്രകാരം ഇവർ ഈ താന്നിമൂട്, നെടുങ്കണ്ടത്തിന് സമീപത്തുള്ള താന്നിമൂട് ഉള്ള ഒരു കട്ടക്കളം, അതായത് ഇഷ്ടികയൊക്കെ നിർമ്മിക്കുന്ന കട്ടക്കളത്തിലേക്ക് ഇവരെ വിളിച്ചു വരുത്തുകയായിരുന്നു. ഇവിടെയാണ് നിങ്ങൾക്ക് ജോലിയെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. ഇതിന് സമീപത്തുള്ള ഒരു കെട്ടിടത്തിലേക്ക് ഇവരെ താമസിക്കുവാനായി കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇതിനുശേഷം ഈ സുഹൃത്തുക്കൾ 4 പേരെ 3 പേരെ ഇദ്ദേഹം വിളിച്ചു വരുത്തുന്നു. ഇവർ വിളിച്ചു വരുത്തിയ ശേഷം ഇവര് ആ റൂമിൽ ഇരുന്നു കൊണ്ട് മദ്യപിച്ച് മതോന്മത്തരായ ശേഷം ഇതിലൊരാള് ഈ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ട് ബാത്റൂം കാണിച്ചു കൊടുക്കാൻ, ഈ പെൺകുട്ടിക്ക് അപ്പോൾ ബാത്റൂമിൽ പോകുവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായതിനെ തുടർന്ന് ബാത്റൂം എവിടെയാണെന്ന് ചോദിക്കുന്നു. ബാത്റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. ഇതിനിടയിൽ ഇയാൾ കതക് തള്ളി തുറന്ന് ഇതിനകത്ത് കടന്ന് ഈ പെൺകുട്ടിയെ ലൈംഗികമായി ബലാത്സംഗം ചെയ്യുകയായിരുന്നു. ബലാത്സംഗം ചെയ്ത് ഏതാണ്ട് 15-20 മിനിറ്റിന് ശേഷം ഇയാൾ ഈ പെൺകുട്ടിയുമായി പുറത്തേക്ക് വരുന്നു. ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ ഭർത്താവിനെ
ഈ മറ്റ് 3 പേര് മറ്റൊരു മുറിയിലേക്ക് മാറ്റിയിരുന്നു. ഇവിടെ മുറി തയ്യാറാക്കുന്നതിന്റെ തയ്യാറെടുപ്പുകൾ നടക്കുകയാണ് എന്ന് പറഞ്ഞ് മുറിയിലേക്ക് മാറ്റി അത് ലോക്ക് ചെയ്തതായിട്ടാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്താണെങ്കിലും ഇതിനുശേഷം ഈ പെൺകുട്ടിയെ ഇവര് ഇരുന്ന റൂമിലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ വെച്ച് മറ്റു 3 പേരും കൂടി ഈ പെൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്താണെങ്കിലും ഈ ഒരു സംഭവം ഇന്നലെ രാത്രിയിൽ പുറത്തറിഞ്ഞില്ല. ഇന്ന് രാവിലെ ഏതാണ്ട് 9 മണിയോട് കൂടിയിട്ട് ഈ പെൺകുട്ടിയും പെൺകുട്ടിയുടെ ഭർത്താവും കരഞ്ഞുകൊണ്ട് നെടുങ്കണ്ടം കിഴക്കേ കവലയിലേക്ക് വരുന്നു. അവിടെ ഓട്ടോ ഡ്രൈവർമാരുണ്ട്, അതുപോലെ തന്നെ ചുമട്ട് തൊഴിലാളികളുണ്ട്, നാട്ടുകാരുണ്ട്. നാട്ടുകാരൊക്കെ എന്താണ് വിഷയമെന്ന് ചോദിക്കുന്നു. നെടുങ്കണ്ടം കിഴക്കേ കവല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് നെടുങ്കണ്ടം കിഴക്കേ കവലയിലാണ്. നാട്ടുകാരന്നേരം തന്നെ പോലീസിനെ സമീപിക്കുവാൻ പറയുന്നു. പോലീസിൽ വിളിച്ചു പറയുന്നു. പോലീസ് അപ്പോൾ തന്നെ ഇടപെടുന്നു. നെടുങ്കണ്ടം CI ജെർലിൻ വി സ്കറിയയുടെ നേതൃത്വത്തിലുള്ള സംഘം അപ്പോൾ തന്നെ ഇവരെ സമീപിക്കുന്നു. ഇവരുടെ മൊഴി രേഖപ്പെടുത്തുന്നു. പ്രതികളിലേക്ക് എത്തുന്നു. പ്രതികളിലേക്ക് എത്തി പ്രതികൾ ആരും തന്നെ രക്ഷപ്പെടുവാൻ വേണ്ടി ശ്രമിച്ചില്ല. പ്രതികൾ എല്ലാവരും തന്നെ നെടുങ്കണ്ടത്തെ വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിരുന്ന ആളുകളാണ്. ഇവരെ അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്ത് മൊഴികൾ രേഖപ്പെടുത്തുന്നു. മൊഴി രേഖപ്പെടുത്തിയതിൽ നിന്നാണ് ഇപ്പോൾ ഈ സംഭവത്തിന്റെ ചുരുള് അഴിയുന്നത്. ഇത് വലിയ, അതായത് നെടുങ്കണ്ടം നിവാസികൾക്കും അതുപോലെ തന്നെ ഹൈറേഞ്ച് നിവാസികൾക്കും ഒക്കെ തന്നെ ഞെട്ടലുളവാക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ഇപ്പോഴും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. മൊഴിയെടുക്കൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും നെടുങ്കണ്ടം CI നമ്മളോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു. ഇതിനോടൊപ്പം തന്നെ നാളെ മുതൽ ഇടുക്കി SP-യുടെ പ്രത്യേകമായി നമുക്ക് ഇപ്പോൾ രേഖപ്പെടുത്താനുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു വസ്തുത, ഇടുക്കി SP എല്ലാ പോലീസ് സ്റ്റേഷനുകൾക്കും നിർദ്ദേശം നൽകിയിരിക്കുന്നു. അന്യ സംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള ആളുകളെ കുറിച്ചിട്ടുള്ള കൃത്യമായ വിവരം 24 മണിക്കൂറിനുള്ളിൽ എല്ലാ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും ശേഖരിച്ച് ഇടുക്കി SP-ക്ക് സമർപ്പിക്കുവാൻ വേണ്ടിയിട്ട് നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു സംഭവം ഇനി ആവർത്തിക്കാതിരിക്കുക, നാട്ടിലെ ജനങ്ങൾക്ക് സ്വൈര്യമായിട്ട് ജീവിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം ഇടുക്കി SP നൽകിയിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും ഇപ്പോൾ ഒരു കൂട്ട ബലാത്സംഗത്തിന്റെ സ്വഭാവത്തിലാണ് 4 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവരുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നാളെ കോടതിയിൽ ഹാജരാക്കും. ഷിബിൻ.